ഇസ്ലാം മതത്തെ ഭീകരവൽക്കരിച്ചുകൊണ്ട് അതൊരു ഒട്ടും ജീവകാരുണ്യമില്ലാത്ത മതമാണ്, പ്രതികാര ശിക്ഷയിൽ ഒട്ടും ഇളവ് അനുവദിക്കാത്ത മതമാണ് എന്നൊക്കെ വിമർശിച്ച് നടക്കുന്ന ഒരുപാട് മതമില്ലാത്തവരും അതുപോലെ അന്യമതസ്ഥരും നമ്മുടെ രാജ്യത്തുണ്ട്. എന്ന് മാത്രമല്ല, ആഗോളതലത്തിൽ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു തത്വമാണ് ഇത്. അതായത് പ്രതികാര നടപടികളിൽ ഇസ്ലാം ഒട്ടും ജീവകാരുണ്യം നോക്കുന്നില്ല, വലിയ കർക്കശ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നൊക്കെയാണ് നിലവിലുള്ള വിമർശനങ്ങൾ. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊന്നാൽ ആ ഘാതകനെ ഉടൻ കൊല്ലണം. അതുപോലെ ഒരാൾ മറ്റൊരാളുടെ ഏതെങ്കിലും ഒരു ശരീര അവയവം കേടുവരുത്തിയാൽ തിരിച്ചും അതേ ശരീര അവയവം അവനെയും കേടുവരുത്തണം. പല്ലിന് പകരം പല്ല് കളയണം, കണ്ണിന് പകരം കണ്ണ് കളയണം, കയ്യിന് പകരം കൈ വെട്ടണം എന്നൊക്കെയാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഖുർആനിൽ അങ്ങനെയൊക്കെയാണ് ഉള്ളത് എന്ന് വിമർശിക്കുന്ന പലരുമുണ്ടല്ലോ. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കാം. ഖുർആനിലെ സൂറ അൽ മാഇദയിലെ 45-ാം വചനമാണ് ഇക്കാര്യം വിവരിക്കുന്നത്. സൂറ മാഇദയിലെ 45-ാം ആയത്തിലാണ് ഇക്കാര്യം പറയുന്നത്. അതായത് തടിക്ക് പകരം തടി, കണ്ണിന് പകരം കണ്ണ്, മൂക്കിന് പകരം മൂക്ക്, ചെവിക്ക് പകരം ചെവി, പല്ലിന് പകരം പല്ല് എന്നിങ്ങനെ ശിക്ഷകൾ, പണിഷ്മെന്റ് നൽകണം എന്നാണ് ആ വചനത്തിൽ പറയുന്നത്. എന്നാൽ സത്യത്തിൽ ആ 45-ാം വചനത്തിൽ അങ്ങനെയാണോ പറയുന്നത്? നമുക്കൊന്ന് ശരിക്കൊന്ന് അവലോകനം ചെയ്യാം. ആദ്യം ഞാൻ സൂറ അൽ മാഇദയിലെ 45-ാം വചനം ഒന്ന് വായിക്കാം. വ കതബ്ന അലൈഹിം, നാം അവരുടെ മേൽ കണക്കാക്കി, ഫീഹ, അതിൽ, യതിൽ, അതെ ആ തോറയിൽ അഥവാ തൗറാത്ത് എന്ന ബൈബിൾ പഴയ നിയമം പുസ്തകത്തിൽ നാം കണക്കാക്കി. എന്നിട്ട് തുടർന്ന് വായിക്കുന്നു, അന്ന നഫ്സ ബിൻ നഫ്സി വൽ ഐന ബിൽ ഐനി വൽ അൻഫ ബിൽ അൻഫി വൽ ഉദുന ബിൽ ഉദുനി വസിന്ന ബിസിന്നി. അതായത് തടിക്ക് പകരം തടി, കണ്ണിന് പകരം കണ്ണ്, മൂക്കിന് പകരം മൂക്ക്, ചെവിക്ക് പകരം ചെവി, പല്ലിന് പകരം പല്ല് എന്നിങ്ങനെ ശിക്ഷകൾ നടപ്പാക്കണമെന്ന് ആ ഗ്രന്ഥത്തിൽ അവർക്ക് നാം കണക്കാക്കി എന്നാണ് ഖുർആനിൽ പറയുന്നത്. ഇനി ഈ വചനത്തിന് തൊട്ട് മുമ്പുള്ള ആയത്തും ഇന്നാ അൻസൽന തൗറാത്ത ഫീഹ എന്നാണ്. തോറ എന്ന ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് തൊട്ട് മുമ്പത്തെ ആയത്ത് തുടങ്ങുന്നത്. അപ്പോൾ തോറ എന്ന ഗ്രന്ഥത്തെ അവലോകനം ചെയ്യുകയാണ് ഇവിടെ. അതിൻ്റെ തുടർന്നുകൊണ്ടുള്ള ആയത്തിലാണ് ഈ പണിഷ്മെന്റ് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ ഇത് ഖുർആനിൻ്റെ ഒരു അധ്യാപനം എന്ന നിലക്കല്ല, തോറ എന്ന ഗ്രന്ഥത്തിൽ അങ്ങനെയുണ്ട് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം നിയമമുള്ള ഒരു പുതിയ നിയമം എന്നുള്ള നിലക്കല്ല ഇവിടെ കൽപ്പിക്കുന്നത്. മുൻ പ്രവാചകന്മാരുടെ കാലത്ത് തന്നെ, അഥവാ യഹൂദന്മാരുടെ വിശുദ്ധ ഗ്രന്ഥമാകുന്ന തോറ എന്ന ബൈബിൾ പഴയ നിയമത്തിൽ ഇങ്ങനെയുണ്ട് എന്നാണ് ഈ വചനത്തിൽ പഠിപ്പിക്കുന്നത്. അതാണ് വ കതബ്ന, നാം കണക്കാക്കി, അലൈഹിം അവർക്ക്, അവരുടെ മേൽ, ഫീഹ ആ തോറയിൽ. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, എന്താ അങ്ങനെയാണെങ്കിൽ തോറയിൽ ഇതൊക്കെയുണ്ടോ? അഥവാ തോറയെ സംബന്ധിച്ച് ഖുർആൻ ചുമ്മാ കളവ് പറയുകയാണോ, വ്യാജം പറയുകയാണോ എന്നൊരു ഡൗട്ട് കേൾക്കുന്ന ചിലർക്കെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് തോറ എന്ന തൗറാത്ത് എന്ന ബൈബിൾ പഴയ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്ന തോറ ഒന്ന് തുറന്നങ്ങ് വായിക്കാം. നമുക്കറിയാം, തോറ എന്ന ഗ്രന്ഥം 5 വാള്യങ്ങളാണ്, അതായത് 5 ഭാഗങ്ങളാണ്. അതിൽ ഹിബ്രു ഭാഷയിൽ ഷിമോത്ത് എന്ന് വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതായത് അറബിയിൽ അതിനെ ഹുറൂജ് എന്ന് വിളിക്കും, മലയാളത്തിൽ പുറപ്പാട് പുസ്തകം എന്ന് വിളിക്കും. അതായത് തൗറാത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും ഇത് തന്നെയാണ്. ആ പുറപ്പാട് പുസ്തകത്തിൻ്റെ 21-ാം അധ്യായത്തിൽ 23, 24, 25 ആയത്തുകൾ ഞാൻ വായിക്കാം.
അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്. ഇനി മറ്റു ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവന് പകരം ജീവൻ നൽകണം. 24-ാം വചനം, അതായത് കണ്ണിന് പകരം കണ്ണ് നൽകണം, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാല്. ഇനി 25-ാമത്തെ ആയത്ത്, പൊള്ളലിന് പകരം പൊള്ളല്, മുറിവിന് പകരം മുറിവ് എന്ന നിലക്ക് നിങ്ങൾ ശിക്ഷ പണിഷ്മെന്റ് നൽകണം എന്നാണ് തൗറാത്ത് എന്ന ബൈബിൾ പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിൻ്റെ 21-ാം അധ്യായത്തിലെ 23, 24, 25 വചനങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ തൗറാത്ത് എന്ന ഗ്രന്ഥത്തിൽ അങ്ങനെയൊരു നിയമം ഉള്ളത് കൊണ്ടാണ് ഖുർആനിൽ വകതബ്ന അലൈഹിം ഫീഹ എന്ന് പഠിപ്പിക്കുന്നത്. അവരുടെ ഗ്രന്ഥത്തിൽ അവർക്ക് അങ്ങനെ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഖുർആൻ ആ പഴയ സംഭവം എടുത്തു ഉദ്ധരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് തൗറാത്ത് എന്ന ജൂതന്മാരുടെ യഹൂദികളുടെ പുണ്യവേദത്തിലെ ശിക്ഷാ നടപടികളാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഇതേ പണിഷ്മെന്റ് തന്നെയാണ് ക്രിസ്ത്യാനികൾക്കും ഫോളോ ചെയ്യാനുള്ളത്. കാരണം ഇഞ്ചീലിൽ, അതായത് ഈസാ നബിയുടെ സന്ദേശങ്ങളിൽ പ്രത്യേകിച്ചൊരു പുതിയ നിയമങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. പകരം തസവുഫും ഈമാനുമാണ് അവിടെ പഠിപ്പിക്കുന്നത്. പകരം നിയമങ്ങളെല്ലാം നിങ്ങൾ പഴയ കാലത്തെ ഗ്രന്ഥങ്ങൾ അവലംബിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. അതായത് യോഹന്നാൻ എന്ന ബൈബിളിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ന്യായപ്രമാണം മൂസ മുഖാന്തരം ലഭിച്ചു എന്ന് വെച്ചാൽ പ്രമാണമാക്കേണ്ട കാര്യങ്ങൾ തൗറാത്ത് എന്ന തോറയിൽ മോശ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നാണ് യേശു എന്ന ഈസാ നബി ജനങ്ങളെ പഠിപ്പിച്ചത് എന്ന് ബൈബിൾ യോഹന്നാനിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ശിക്ഷാ നടപടി ജൂതന്മാർക്ക് മാത്രമല്ല ക്രിസ്ത്യാനികൾക്കും ബാധകമാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് പൂർവ്വകാലത്തുള്ള 2 മതങ്ങളിലുമുള്ള ഒരു സ്വഭാവത്തെ വ്യക്തമായി വിവരിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. അല്ലാതെ ഖുർആൻ ഒരു പുതിയ പണിഷ്മെന്റ് നിയമങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. നമുക്കറിയാം, തൗറാത്ത് എന്ന ഗ്രന്ഥം അറബിയല്ല, ഇംഗ്ലീഷല്ല. പകരം അത് ഹിബ്രു എന്ന ലാംഗ്വേജാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ പുറപ്പാട് പുസ്തകം, അതായത് ഷിമോത്ത് എന്ന തൗറാത്തിൻ്റെ ആ ഭാഗത്ത് 21-ാം അധ്യായത്തിലെ 23, 24, 25 വചനങ്ങളുടെ ഹിബ്രു ഭാഷയിലുള്ള ആ സെൻറ്റൻസ് നിങ്ങൾക്ക് ഡൗട്ട് തീർക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ അത് നോക്കി മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത് സത്യമാണോ അല്ലയോ എന്ന് ഓൺലൈനായിട്ട് ബൈബിൾ പഴയ നിയമം പഠിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് പഠിക്കാവുന്നതാണ്. അതോടൊപ്പം ഇതിൻ്റെ പരിഭാഷ നിങ്ങൾക്ക് തന്നെ ഹിബ്രു ടു മലയാളം എന്ന നിലക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞത് സത്യമാണോ എന്നും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്.